എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? സംഭവിച്ചത് എന്താണ് അബിൻ? ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്. പ്രദേശവാസികൾ ഇക്കാര്യം അപ്പോൾ തന്നെ കമ്പനി അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ അത് കൃത്യമായി പരിശോധിക്കാമെന്ന് മാത്രമാണ് അവർ മറുപടി നൽകിയത്. ഇപ്പൊ വീടുകൾക്ക് ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കാണുന്ന വീടിന്റെ ഈ കട്ടിളപ്പടി അത് ഇളകി അകന്നു നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അകന്നു മാറി നിൽക്കുന്ന അവസ്ഥയിലാണ്. വാതിലുകൾ തുറക്കുന്നതിൽ പ്രയാസമുണ്ട്. ആളുകൾ പറഞ്ഞ് രാവിലെ 7 തവണയിലധികം ഈ ശബ്ദം കേട്ടു. വലിയ ഉഗ്ര ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ആ ശബ്ദം കേട്ട ആളുകൾ പുലർച്ചെ ഉണർന്നു നോക്കിയപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ഫാക്ടറിയിൽ നിന്നുള്ള ശബ്ദമാണെന്ന് മനസ്സിലായത്. അതിനുശേഷം ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കമ്പനി അധികൃതരെ അറിയിച്ചു. പക്ഷേ അവർ വന്ന് നോക്കാം, പരിശോധിക്കാമെന്നെല്ലാം പറഞ്ഞ് പോയി. പക്ഷേ ഇതുവരെ വൈകുന്നേരമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേ തുടർന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ഇവിടെ എത്തി വാർത്ത പുറത്തറിയുന്നത്. കമ്പനി അധികൃതരും ഈ വാർത്ത പുറത്തേക്ക് വിട്ടില്ല. കമ്പനിക്കുള്ളിലെ കംപ്രസറുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പോരായ്മയാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതൊരു വിശദീകരണം കമ്പനിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല. നമുക്കിപ്പോൾ ഇവിടെയുള്ള ഈ സൗത്ത് കളമശ്ശേരിയുള്ള ഈ വീടിന്റെ ഉടമസ്ഥൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? ശരിക്കും എങ്ങനെയായിരുന്നു നിങ്ങൾ അറിഞ്ഞത്? ഇന്നൊരു ഉദ്ദേശം 3:45 അതിനിടയിൽ 3:30 ആ ടൈമിലാണ്. വെളുപ്പിന് എല്ലാവരും നല്ല ഉറങ്ങുന്ന ടൈമാണ്. ആ ടൈമിൽ പെട്ടെന്ന് പുറത്ത് നിന്ന് ഈ ഞങ്ങൾ ആദ്യം വിചാരിച്ച കള്ളന്മാരോ മറ്റുമാണ്. ഡോറും ജനലും ഒക്കെ കൊട്ടിയടക്കുന്ന, അതായത് കാലുകൊണ്ട് ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ശബ്ദം. അത് ഒരു തവണ വന്നു. പിന്നെ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നെയും അങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ ഭയന്നെഴുന്നേറ്റാണ് രാവിലെ. കുട്ടികൾ വരെ എഴുന്നേറ്റ് തന്നെ. വിളിച്ചെഴുന്നേപ്പിച്ചല്ല, കുട്ടികൾ വരെ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ്. അതേപോലെ സുഖമില്ലാത്തവരും എല്ലാവരും എഴുന്നേറ്റ് പരിഭ്രാന്തരായിട്ട് അകത്ത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ട് ഒരു റിയാക്ഷനും ഇല്ല. അപ്പൊ എല്ലാ വീട്ടിലും ഇത് തന്നെയായിരുന്നു അംഗം, ഈ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഡോറ് തുറന്ന് ഇറങ്ങാൻ പുറത്തേക്ക്, കുട്ടികളായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ ഡോറ് തുറയുന്നില്ല. ഈ ഡോറ് സ്ട്രോങ് ആയിട്ട്, അതായത് കട്ടില ഇരുന്ന് അതും പ്രശ്നമായി. പിന്നെ പുറകുവശത്തോട് ഓടി റോട്ടിലേക്ക് ചെന്നു. ഫാക്ടറിയിൽ നിന്നുള്ളതാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾക്ക് ഇതിനു മുമ്പ്? ഞങ്ങൾ റോട്ടിൽ ചെന്നതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ ഇപ്പൊ 2-3 ദിവസം മുമ്പ് തൃശ്ശൂർ എന്തോ ഭൂചലനം ഉണ്ടായിരുന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇതിൽ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി റോട്ടിലേക്ക് പോയത്. അപ്പൊ നോക്കുമ്പോൾ എല്ലാവരും പരിഭ്രാന്തരായിട്ട് ഓടുന്നു. പിന്നെ മനസ്സിലായി ഒരു 7-8 തവണ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഒരു 3 സെക്കൻഡ് ഗ്യാപ്പിൽ ഈ സ്ഫോടനം പോലെ ശബ്ദം ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചു? അതായത് ഇത് നടന്ന ഉടനെ തന്നെ ഞങ്ങൾ റോട്ടിൽ നിന്ന് നേരെ കമ്പനിയിലേക്കാണ് ആണുങ്ങൾ പോയത്. എല്ലാവരും പോയപ്പോൾ കമ്പനി രാവിലെ ആവട്ടെ അതിന് ശാശ്വത പരിഹാരം കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ മടക്കി അയച്ചു. അപ്പോൾ ഈ വെളുപ്പിന് 3:30-4 മണി ടൈമിൽ നമ്മൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷെ ഇതുവരെക്കും ഇവിടെ അടുത്തടുത്തുള്ള 2 കൗൺസിലർമാർ ഇതിന് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല ഇതുവരെക്കും. അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് 2 പേരെന്തോ ബൈക്കിൽ മറ്റോ വന്ന് നോക്കിയിട്ട് ഇവിടെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല അവർ വന്ന് നോക്കിയത്. ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? പലതവണ ഉണ്ടായിട്ടുണ്ട്. പലതവണ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് വിള്ളലും പലതവണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പൊല്യൂഷൻ ഭയങ്കര പ്രോബ്ലം. ശരി, കൊച്ചി കളമശ്ശേരി കാർബോറണ്ടം ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. കമ്പനി അധികൃതർ യാതൊരു തരത്തിലുള്ള വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട് നൽകിയില്ല എന്നുള്ള പരാതി കൂടി നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. എബിൻ ജോസ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്.